മഹിമ വല്ലാത്തൊരു ക്യൂട്ട്നെസ് ഓഡിയൻസ് ഉണ്ടല്ലോ മഹിമ. അപ്പൊ ഈ ക്യൂട്ട്നെസ് ഓവർലോഡ് അല്ലെങ്കിൽ മഹിമ ക്യൂട്ട്നെസ് ഓവർലോഡ് മഹിമ സംസ്ഥാന കൃഷ്ണാണെന്നൊക്കെ പറയുമ്പോൾ അതിനെങ്ങനെയാ നോക്കിക്കാണത്? അതിന് ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നോക്കിക്കാണുന്നില്ല. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു വീഡിയോ ലൂസ് ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഞാനങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാറില്ല. ചിലപ്പോൾ അതിൻ്റെതായിരിക്കാം. പലരും പറയാറുണ്ട് ഇതിപ്പം അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനൊക്കെ ആണ്, ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ, ഞാൻ ഫിൽട്ടർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക്കലി. അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇങ്ങനെ നോക്കിക്കാണുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും സന്തോഷമാണല്ലോ. നമ്മുടെ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക, അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. ഐ എം വെരി ഹാപ്പി ദാറ്റ് അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ജയഗണേഷിലെ ക്യാരക്ടർ നിധിയും RDXന്റെ മേക്കിംഗ് തമ്മിൽ ഒരു സാമ്യം ഉണ്ടാവില്ല. അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യൂട്ട് ഒരു ഇതിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമ, അടുത്ത സിനിമ RDXന് ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ആവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിത്ത് സാർ പറഞ്ഞു തന്നപ്പോഴും ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി. ഭയങ്കര ബോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി. അപ്പം ആ ഒരു വേരിയേഷൻ RDXലെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ പ്രോജക്റ്റിൽ ചെയ്യുമ്പോഴുള്ള എനിക്ക് സന്തോഷം പേഴ്സണലി ആ ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം ആക്ച്വലി ഈ പറയുന്ന പോലെ വലിയ ശരീരവും ആടപ്രാവന മനസ്സുള്ള ഒരാളാണ്. ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്ത് നമ്മൾ പുറമെ എത്ര മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കുട്ടി ഉണ്ണിയുടെ ഉള്ളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൊതുവെ ഉണ്ണി പുറത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡായി പല സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. എല്ലാവരിലും ഉള്ള കുട്ടിത്തം ഉണ്ണിയിലും ഉണ്ട്. പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് ഹിസ് പേഴ്സണൽ ചോയ്സ്. അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി. തമിഴിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, ഇതുവരെ ചെയ്യുന്ന കഥാപാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ സൈമോഡ് അങ്ങനത്തെ കഥാപാത്രം. മലയാളത്തിലെ പ്രത്യേക അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അങ്ങനത്തെ തമിഴ് ചെയ്യുന്ന പോലത്തെ വെറൈറ്റി കഥാപാത്രം മലയാളത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും അതെനിക്കൊരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നിയത്. കാരണം തമിഴിൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ 5 സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒന്നിലൊരു ഐ പ്ലേഡ് എ വില്ലൻ, ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തു. ഒരു പ്രോപ്പർ ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമ 2 എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തു. ഞാൻ അമ്മ വേഷവും ചെയ്തിട്ടുണ്ട് തമിഴില്. ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആ സമയത്ത് തന്നെയാണ് എനിക്ക് RDX റിലീസായതും ഇപ്പോൾ ജയഗണേഷ് ആയാലും. അപ്പം എനിക്ക് അങ്ങനെ ഒരു വേഴ്സറ്റാലിറ്റി ചെയ്യാൻ പറ്റാന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു RDXലെ ക്യാരക്ടർ അത്രയും വൈഡ് റേഞ്ചിലൊരു റിസെപ്ഷൻ, ആ മെനി എന്നുള്ള ക്യാരക്ടറിന്റെ ആ ഒരു ക്യൂട്ട്നെസ്സും അതും ആ ഒരു വൈഡ് റേഞ്ചിലുള്ള റിസെപ്ഷൻ വന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരു പക്ഷെ ജയഗണേഷ് അതിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്.